ബിഗ്ഗസ്റ്റ് മൂവി ഓടുന്ന റെക്കോർഡ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് സ്വന്തമാണ്. തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ അല്ലെങ്കിൽ ഏറ്റവും വലിയ സിനിമ എന്നുള്ളൊരു റെക്കോർഡ് ഉറപ്പായിട്ടും ഫെബ്രുവരി 20 മുതൽ ഈ മൂവിക്ക് സ്വന്തമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ചാക്കോച്ചൻ വന്നിട്ട് ചാക്കോച്ചനെ സ്റ്റേജിലേക്ക് വിളിച്ചത് എങ്ങനെയാ? ചാക്കോച്ച പ്ലീസ് സ്റ്റേജ്. സംസാരിക്കാം. എല്ലാവരും കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇവിടെ ലുലുവിൽ, കോഴിക്കോട് ലുലുവിൽ ഒരു ഇവന്റിന് വരുന്നത്. അത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശയം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് നമുക്ക് അതിൻ്റെ ഒരു ക്രൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ള പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകൾ ഇതിലുണ്ട്. മാർട്ടിൻ പ്രക്കാട്ട്, നമുക്കറിയാം, ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതേപോലെ തന്നെ ഷാഹി കബീർ, പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വർത്ഥമാകുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ, പോലീസ് കഥകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഷാഹി കബീർ ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രഹകൻ കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ, ഇലവീഴ പൊഞ്ചിത പോലെ, ഇരട്ട പോലെയുള്ള, കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ, നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളിലൊക്കെ കണ്ണൂർ സ്ക്വാഡ് ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ്. ജിത്തു അഷ്റഫിനെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വരിക എന്നുള്ളത് അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ വേല നോക്കുകയാണെങ്കിലും ഗ്രീൻ റൂം അതുപോലെ തന്നെ സി പി ചാവർ അദ്ദേഹം നമുക്ക് പരിസരരംഗത്ത് അദ്ദേഹം ഒരു അധികാരിയാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ണറാണ്, പ്രൊഡക്ഷൻ പാർട്ണറാണ്. അതുപോലെ തന്നെ രഞ്ജിത് നായർ, വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ്. പിന്നെ ജെയ്ക്സ് ബിജോയ്, ചമൻ ചോക്ക്, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട്. കൂടെ ഞാനുമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്രം പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രമെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള എന്താ പറയുക, എനിക്ക് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ് ഇതിൻ്റെ ഹരിശങ്കർ എന്നുള്ളത്. പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനോജ് കെയു, ജഗദീഷ് ചേട്ടൻ്റെ ഒരു മനോഹരമായ വേഷമുണ്ട്. പിന്നെ വിശാഖ് നായർ, റംസാൻ, ഉണ്ണിലാല്, കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവുന്ന യാതൊരു സംശയം കൂടെ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം എന്തായാലും പറയാം, ഈ ഒരു എനർജി, ഈ ഒരു ആവേശം, ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സോ ഹോപ്പിംഗ് ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടു എന്റർടൈൻ യു ഗൈസ്. ഈ ഒരു സ്നേഹം, ഈ പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം, ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ
മച്ച്. ലോഞ്ചിലേക്ക് പോകും. അതിന് മുൻപ് നമ്മുടെ സിനിമയുടെ ഈ പറഞ്ഞ പോലെ വളരെ വലിയ പ്രഗത്ഭരായ ടെക്നീഷ്യൻസും കൂടെയുള്ള ആക്ടേഴ്സും ഒക്കെ ഉണ്ടായി. അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അവരെ ഓരോരുത്തരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമേ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ ജിത്തു അഷ്റഫ്. സോ ഒരുപാട് സിനിമയിൽ സംവിധായകനായിട്ടും ഒരുപാട് സിനിമകളിൽ അഭിനേതാവായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സംവിധായക കുപ്പായം അണിയുന്നത്. ആൻഡ് പ്രൊഡ്യൂസർ രജിത് സർ, റൈറ്റർ ഷാഹി കബീർ. ശ്രീ ഷാഹി കബീർ ഒരു നാഷണൽ അവാർഡ് വിന്നർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നായാട്ട്, ഇരവിട, പൂച്ചന എന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെയാണ്. ആൻഡ് നമ്മളുടെ പ്രിയപ്പെട്ട സ്റ്റാർസ്, മറ്റ് ആക്ടേഴ്സ് റംസാൻ, മനോജന, അനുഷ്കയും വിശാൽ, പ്ലീസ്, ഉണ്ണി ലാലു, ഐശ്വര്യ, ലയ ആൻഡ് ഹനബെല്ല. നമ്മളെ ഞെട്ടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളുണ്ട് ആൻഡ് പുതുമുഖ താരങ്ങളുമുണ്ട്. നമ്മളെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഈ ചിത്രത്തില്. സോ ആ ചടങ്ങൊക്കെ കൈമാറട്ടെ. ഒരു കാര്യം തരാനുണ്ട്. ചാക്കോച്ചൻ തന്നെ. സോ ഒരാൾ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ക്രിയേറ്റീവ് ഡയറക്ടറായ ശ്രീ ജിനീഷ്, പ്ലീസ്. നമ്മളെല്ലാവരും ഇന്ന് ഒത്തുകൂടിയതിന്റെ പ്രധാന കാര്യം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ആണ്. വിത്തിൻ മിനിറ്റ്സിൽ അത് നമ്മൾ കാണാൻ പോവുകയാണ്. സോ ഞാൻ ഒഫീഷ്യലി അത് ഈ ഒരു റിമോട്ട് കൈമാറുകയാണ്. ചാക്കോച്ചൻ, പ്ലീസ്.